എത്ര പണം വീട്ടിൽ സൂക്ഷിക്കാം? ആദായനികുതി വകുപ്പ് റെയ്ഡ് ചെയ്താൽ വീട്ടിൽ സൂക്ഷിച്ച മുഴുവൻ പണവും കണ്ടുകെട്ടുമോ? ഇക്കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിടി വീണേക്കും. നമസ്കാരം, ഞാൻ അഭിലാഷ് ജി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്ര പേടിക്കേണ്ട ഒന്നാണോ ആദായനികുതി വകുപ്പ് റെയ്ഡ്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കുടുക്കിൽപ്പെടാതെ കാര്യം നടത്താം? നമുക്ക് നോക്കാം. നമ്മൾ മിക്കവാറും വാർത്താ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തയാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചിലരുടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ റെയ്ഡ് നടത്തിയെന്നും അവിടെ നിന്നും കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയെന്നുമൊക്കെ. നടന്നുകൊണ്ടിരിക്കുന്ന വീട് പണിയുടെ ആവശ്യത്തിനോ അതല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു കല്യാണത്തിന് സ്വർണമെടുക്കാനോ വാങ്ങാനുദ്ദേശിക്കുന്ന ഒരു പ്ലോട്ടിനോ പ്രോപ്പർട്ടിക്കോ അഡ്വാൻസ് കൊടുക്കാനോ ഒക്കെ നമ്മൾ കുറച്ച് പണം, കുറച്ച് ലക്ഷങ്ങൾ നമ്മുടെ വീട്ടിലെ സേഫിൽ സൂക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ വാർത്ത കേൾക്കുന്നതെങ്കിൽ നമുക്ക് ടെൻഷനാകും. ആരെങ്കിലും അറിഞ്ഞാൽ കുഴപ്പമാകുമോ? റെയ്ഡ് ഉണ്ടാകുമോ? പണം പോകുമോ? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ അലട്ടും. എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള ആശങ്കകൾ ഉണ്ടാകും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആദായനികുതി നിയമം അനുസരിച്ച് വീട്ടിൽ സൂക്ഷിക്കാവുന്ന പണത്തിന് പ്രത്യേക പരിധിയോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ല എന്നതാണ്. എന്നാൽ ഒരു ആദായനികുതി റെയ്ഡ് നടന്നാൽ കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കില്ല. പ്രത്യേകിച്ച് ഇത്രയും പണം എങ്ങനെ കിട്ടി എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവും തെളിവുകളും ഇല്ലെങ്കിൽ. പണത്തിന്റെ ഉറവിടം തെളിയിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ കണക്കിൽപ്പെടാത്ത പണത്തിന് പിഴ ഈടാക്കാം. വിശദീകരിക്കാത്ത പണം പിടിച്ചെടുക്കാൻ ആദായനികുതി ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. മൊത്തം തുകയുടെ 137% വരെ പിഴ ചുമത്തും. വായ്പയ്ക്കോ നിക്ഷേപങ്ങൾക്കോ വേണ്ടി 20,000 രൂപയോ അതിൽ കൂടുതലോ പണമായി സ്വീകരിക്കാൻ സാധിക്കില്ല. ആദായനികുതി വകുപ്പ് ഇക്കാര്യം കർശനമായി വിലക്കിയിട്ടുണ്ട്. പണമിടപാടുകൾ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് പാൻ നമ്പർ നിർബന്ധമാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ചട്ടങ്ങൾ അനുസരിച്ച് വ്യക്തികൾ ഒരു സമയം 50,000 രൂപയിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾക്കും പിൻവലിക്കലുകൾക്കും പാൻ നമ്പർ നൽകണം. 30 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ആസ്തികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽപ്പെടും. ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ വഴി 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് ആദായനികുതി വകുപ്പിൻ്റെ നിരീക്ഷണത്തിൽപ്പെടും. 1 വർഷത്തിൽ ബാങ്കിൽ നിന്ന് 1 കോടി രൂപയിൽ കൂടുതൽ പണം പിൻവലിക്കുന്ന വ്യക്തികൾക്ക് 2% TDS നൽകേണ്ടി വരും. 1 വർഷത്തിൽ 20 ലക്ഷം കവിയുന്ന പണമിടപാടുകൾക്ക് പിഴ ഈടാക്കാം. 30 ലക്ഷത്തിന് മുകളിലുള്ള വസ്തുവകകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിൽപ്പെടും. പാൻ, ആധാർ ഇല്ലാതെയുള്ള വാങ്ങലുകൾക്ക് 2 ലക്ഷത്തിൽ കൂടുതൽ പണമായി നൽകരുത്. ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്കുള്ള നിയന്ത്രണങ്ങളും ഉണ്ട്. ഒരു ദിവസം ബന്ധുവിൽ നിന്ന് 2 ലക്ഷം രൂപയിൽ കൂടുതൽ പണമായി സ്വീകരിക്കുന്നതിനും നിബന്ധനകളുണ്ട്. നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിനും ആദായനികുതി ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഈ നിയമങ്ങൾ മനസ്സിലാക്കുന്നത് പരമപ്രധാനമാണ്. രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവച്ചത്. എപ്പോൾ വേണമെങ്കിലും ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നോർക്കുക. മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.